മച്ചാമാരെ, തെക്കൻ കേരളത്തിൽ പൊതുവായി കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് നമ്മുടെ തെയ്യം. തെയ്യത്തിന്റെ ഒരു ചെറിയ കലാസൃഷ്ടിയാണ് എന്നെ തൊട്ടുപുറകിൽ കാണുന്നത്. ഇത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ദ്രൗപതിയാണ് മച്ചാമാരെ. അതേ മച്ചമാരെ, നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അനിഴം ദ്രൗപതിയെ കളത്തിലിറക്കിയിരിക്കുകയാണ്. B4 ഡിസൈൻസിന്റെ മികവില് അശ്വസ് ഗ്രാഫിക്സിന്റെ ഒരു കിടിലൻ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വണ്ടി ദ്രൗപതി ഇപ്പൊ നിലവിൽ വർമാസിലാണുള്ളത്. ഒരു കിടിലം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ദിസ് ഈസ് ജസ്റ്റ് എ ലോഞ്ചിങ് വീഡിയോ. ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സോ ഗായ്സ്, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഈ ഒരു വണ്ടിൻ്റെ ഉടമകൾ അനിയം ദ്രൗപതി. സോ എനിക്കറിയത്തില്ല. സോ ഈ ഒരു കമ്പനി 2 വർഷം എടുത്തു കഴിച്ചാൽ അവരുടെ ആ ഒരു വണ്ടി ഫുൾ പെയിൻ്റ് അടിച്ച് എത്തിക്കാനൊക്കെ അല്ലെങ്കിൽ ഫുൾ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു പണി മൊത്തം കഴിഞ്ഞ് 2 വർഷം എടുത്ത് ഏകദേശം 13-14 അത്യാവശ്യം നല്ല രീതിയിൽ പൈസ പൊട്ടിച്ചിട്ടുക്കണം. ഓക്കെ, സോ അവരത് ചെയ്ത ദിവസമാണ് ഗൈസ് കേരളത്തിലെ പുതിയ ഉത്തരവായത്. ഇന്നു മുതൽ എല്ലാ ടൂറിസ്റ്റ് ബസ്സും വെള്ളയാക്കണം. ഗൈസ് ആലോചിച്ച് അവരുടെ അവസ്ഥ. ഓക്കെ, കാരണം 2 വർഷം കഷ്ടപ്പെട്ടെടുത്ത് പെയിൻ്റ് അടിച്ച് സ്റ്റിക്കർ വെച്ച് കിടിലം വണ്ടിയാക്കി പൈസ ഒരുപാട് പൊട്ടിച്ചതിന് ശേഷം അവർ ഇറക്കിയ ദിവസം ഗൈസ് കേരളത്തിൻ്റെ പുതിയ ഉത്തരവ് ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ടൂറിസ്റ്റ് ബസ്സും വെള്ളയാക്കണം. എന്തായാലും ഗൈസ് നല്ല കിടിലം തെയ്യത്തിൻ്റെ അവസ്ഥ. എന്തായാലും കേരളത്തിലെ തെയ്യത്തിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ തെയ്യത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വെള്ളയാണ്. ചിലർ വെള്ള പോയി അടിക്കുക. എന്തായാലും പൊളിക്കുക ഗൈസ്. അടുത്ത ദിവസം കാണാം. ബൈ ബൈ.